ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വിസ്മയ സ്കിൽസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. എന്നാലേ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ ഇന്ന് ഇവിടെ ചെയ്യാൻ പോകുന്നത് ഒരു കേക്ക് ഉണ്ടാക്കാൻ വിചാരിച്ചു. അപ്പോൾ വിപ്പിംഗ് ക്രീമൊന്നുമില്ല, ഒരു സാധാരണ ഒരു ബേസ് കേക്കാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടി എടുത്തിട്ടുള്ളത് ഡാർക്ക് ഫാൻറ്റസിയുടെ ബർബൺ ബിസ്ക്കറ്റാണ്. ബിസ്ക്കറ്റ് കേക്കാണ് ഞാൻ ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ ആദ്യം നമുക്ക് ബിസ്ക്കറ്റ് പൊടിച്ചെടുക്കണം, അതാണ് ആദ്യത്തെ പ്രോസസ്സ്. അപ്പോൾ അത് ഇടാം, അത് പൊട്ടിച്ചിട്ട് കൊടുക്കണം, എന്നിട്ട് അതിനെ പൊടിക്കണം. ബിസ്ക്കറ്റ് എല്ലാം പൊട്ടിച്ചിട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഐസിങ് ഷുഗർ ഞാൻ സെപ്പറേറ്റായിട്ട് ഇടുന്നില്ല, സെപ്പറേറ്റായിട്ട് പൊടിക്കുന്നില്ല. അതിന് പകരമായിട്ടാണ് ബിസ്ക്കറ്റിൻ്റെ കൂടെ തന്നെ പൊടിച്ചെടുത്തത്. ഇനി ഇതിലോട്ട് കൊക്കോ പൗഡർ ആഡ് ചെയ്യണം. അത് ആവശ്യാനുസരണം നമുക്ക് കുറച്ചിട്ടാൽ മതി, അല്ലെങ്കിൽ കശക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഒരു സ്പൂണും ഒരു ഒന്നര എടുത്തിട്ടുണ്ട് ഞാൻ. ബേക്കിംഗ് പൗഡറാണ്. ബേക്കിംഗ് സോഡ ഞാനിതിലിടുന്നില്ല, എല്ലാവർക്കും അത് ചേരണം എന്നില്ല. അതുകൊണ്ടാണ് പൗഡർ കുറച്ചിട്ടുള്ളൂ, അത് പൊങ്ങാൻ വേണ്ടിയിട്ടല്ലേ. അപ്പോൾ അതുകൊണ്ട് കുറച്ചിട്ടിട്ടുള്ളൂ. എന്നിട്ട് ഇതെല്ലാം കൂടി മിക്സ് ചെയ്യാം. ഇനി പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അത് ഒന്നിച്ചൊഴിക്കാൻ പാടില്ല. ബാറ്റർ ഉണ്ടാക്കുമ്പോൾ കുറച്ചായിട്ട് നമ്മൾ ഒഴിച്ചു കൊടുത്ത് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തിട്ട് നോക്കുക, അതിന് ശേഷം വീണ്ടും ഒഴിക്കുക. അതെന്തായാലും ഈ ഒരു കപ്പ് ഫുൾ പാലെന്തായാലും ഒഴിക്കണം. ഇതിപ്പോൾ മിക്സ് ചെയ്യുമ്പോൾ ഇതൊന്ന് ടൈറ്റ് ആവും. അപ്പോൾ നമുക്കറിയാം കുറച്ചും കൂടെ പാലൊഴിക്കണം. അപ്പോൾ അങ്ങനെ കുറേശ്ശെ പാലൊഴിച്ചിട്ട് നമ്മൾ സർക്കുലർ മോഷനിൽ വേണം അതിനൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ. നന്നായിട്ട് ഇതുപോലെ സർക്കുലർ മോഷനിൽ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ലാസ്റ്റ് നമുക്ക് മനസ്സിലാവും ഇത് ഏത് പരുവം ആവണം എന്ന് ചോദിച്ചാൽ, ഒരു റിബൺ എങ്ങനെയാണ് ഉണ്ടാവുക അതുപോലെ അതിങ്ങനെ മുകളിലോട്ടാക്കുമ്പോൾ താഴത്തോട്ട് ഡ്രോപ്പായിട്ട് ഉറ്റാതെ കറക്റ്റായിട്ടൊരു റിബൺ പോലെ വരണം. അങ്ങനെയാണെങ്കിൽ ബാറ്റർ ആയി എന്നാണ് അർത്ഥം. ഇതിൽ വാനില എസൻസ് ചേർക്കുന്നുണ്ട്, ജസ്റ്റ് ഒരു ഫ്ലേവറിന് വേണ്ടി മാത്രമാണ്. ഒരു പാത്രം എടുത്ത് അതിൽ കുറച്ച് ബട്ടർ തേക്കണം, ഫുൾ തേച്ച് പിടിപ്പിക്കുക. ഇപ്പോൾ ബട്ടർ പേപ്പർ ഇല്ലയെന്നുണ്ടെങ്കിൽ ഒരു A4 ഷീറ്റ് പേപ്പറിലോ മറ്റും ബട്ടർ തേച്ചിട്ട് നമുക്കങ്ങനെ വെക്കാവുന്നതാണ്. ഞാനിപ്പോൾ അങ്ങനെയാണ് ഞാൻ ചെയ്തിരിക്കുന്നത്, ബട്ടർ പേപ്പർ ഇല്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ ബാറ്ററെല്ലാം നമുക്കതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അടിക്കട്ടിയിലുള്ളൊരു വെസലിലാണ് ഞാൻ ഇറക്കി വെച്ചിരിക്കുന്നത്. അത് നമുക്ക് 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ ഇറക്കി വെക്കാൻ പാടുള്ളൂ. റിങ് വെക്കാം, റിങ് വെച്ചതിന് ശേഷം ഈ പാത്രം വെച്ചാലും കുഴപ്പമില്ല, ഉള്ളിലിറക്കി വെക്കുന്നത്. പിന്നെ അതിൻ്റെ ഇടയിൽ ഓപ്പൺ ചെയ്ത് സംഭവം കാണിക്കുന്നത്. അങ്ങനെ നമ്മുടെ കേക്ക് റെഡിയായി. ഇത് സിമ്പിൾ ബേസ് കേക്ക് ആയതുകൊണ്ട് ഒരു സോഫ്റ്റ് കേക്കാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക് യു.